ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇതുപോലത്തെ ഫ്രോക്ക് എങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പേപ്പർ കട്ടിങ്ങിലല്ല, ഞങ്ങൾ ലൈനിങ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പീസ് ഉണ്ടല്ലേ ലൈനിങ്, ആ ലൈനിങ്ങിൽ ഫസ്റ്റ് കട്ട് ചെയ്തു പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ മെയിൻ പീസിൽ കട്ട് ചെയ്യാൻ കാണിക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ഞങ്ങൾ ഇപ്പോൾ ബോഡി പാർട്ടാണ്, ഇത് ബോഡി പാർട്ടാണ്. ഇതിൻ്റെ ഫോട്ടോ ഇടാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ ചെസ്റ്റും എല്ലാ ഭാഗം മെഷർമെൻറ്റ് എഴുതി പിന്നെ ഈ പേപ്പറിൻ്റെ ഫോട്ടോ ഇടാം മെഷർമെൻറ്റ് എഴുതിയതിൻ്റെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ഫസ്റ്റായിട്ട് ഞങ്ങൾ ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഇത് ചെസ്റ്റാണ്, ഇത് ബോഡി പാർട്ടിൻ്റെ ഇപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ചെസ്റ്റാണ് എടുക്കുന്നത്. ഇത് ഇവിടുന്ന് ഇവിടേക്ക് 11 ഇഞ്ചാണ്. ഇവിടെ 11 ഉണ്ട്. 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടാണ് 1 ഇഞ്ച്. പിന്നെ വേസ്റ്റാണ്, ഇതും അതേപോലെ തന്നെ 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് പ്ലസ് 1 ആണ്. പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുന്നതാണ്. ഈ ഷോൾഡറിലേക്ക് 9 ഇഞ്ചുണ്ട്. 9ൻ്റെ 2ാം ഭാഗം 4.5 ഉണ്ട്. ഈ 4.5 ആകുമ്പോൾ ഇതിലേക്ക് പ്ലസ് ഞങ്ങൾ സ്റ്റിച്ചിൻ്റെ ഭാഗം കൂട്ടണം. സ്റ്റിച്ചിലേക്ക് ഞങ്ങൾ 1/2 ഇഞ്ച് കൂട്ടും. 1/2 ഇഞ്ച് കൂടിയാൽ എത്രയായി? 5.5ആയി. 4.5 പ്ലസ് 1/2 5ആയി. ഇനി ഞങ്ങൾ ഫ്രണ്ട് നെക്ക് എടുക്കാം. ഫ്രണ്ട് നെക്ക് 2 ഇഞ്ച് ഉണ്ട്. ഇതിൽ ഫ്രണ്ട് നെക്ക് 2 ഉണ്ട്, അല്ല 2.5 ഉണ്ട്. 2.5 ഇഞ്ച് ഉണ്ട്. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് കൂട്ടാണ്. ഇവിടെ സ്റ്റിച്ചിങ്ങിൽ പോകുന്നുണ്ട്. അത് കണ്ടിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടാണ്. ഇനി ബാക്ക് നെക്കും ഇതിൽ 2 ഉണ്ട്. 2.5 ഉണ്ട്. ബാക്കിൽ 2 ഉണ്ട്. അതും അതേപോലെ 1/2 ഇഞ്ച് കൂട്ടിയാൽ 2.5ആയി. ഇത് 3ആയി. ഇനി ബോഡി ലെങ്ത്താണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തിലേക്ക് ബോഡി ലെങ്ത്താണ്. ബോഡി ലെങ്ത്ത് നമുക്ക് 8.5 ഇഞ്ച് വെക്കുന്നതാണ്. 8.5 ഇഞ്ച് ഉണ്ട്. 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ആയിട്ട് പോകുന്നതാണ്. 1/2 ഇഞ്ച് ഈ ഭാഗത്തിൽ, 1/2 ഇഞ്ച് മുകൾ ഭാഗത്തിലേക്ക് പോകും. അപ്പോൾ 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൊടുത്താൽ 9.5 ആയി. ഇനി ഞങ്ങൾ ഫുള്ള് ലെങ്ത് എടുക്കണം. ഇവിടെ നിന്ന് ആം ഹോൾ എടുത്തിട്ടില്ല. ആം ഹോൾ എടുക്കാം. ആം ഹോൾ ലെങ്ത് 4.25 ഉണ്ട്. 4.5 എടുക്കാം. അപ്പോൾ ഇതിൽ 4.5 ഇഞ്ചാണ് ആം ഹോൾ. 4.5 ഇഞ്ച് ഇതിലേക്ക് പ്ലസ് 1/2 ഇഞ്ച് കൂട്ടണം. 1/2 ഇഞ്ച് കൂട്ടിയാൽ 5 ഇഞ്ചായി. ഓക്കെ, ഇനി ഞങ്ങൾ ഫുള്ള് ലെങ്ത് എടുക്കാം. ഫുള്ള് ലെങ്ത്ത് ഇവിടെ നിന്ന് താഴോട്ട്
പോകുമ്പോൾ 19.5 വരും. 19.5 19.5. ഇതിലേക്കിപ്പോൾ കൂട്ടണ്ട, ഞങ്ങൾ ഇതിൻ്റെത് ഞാനിപ്പോൾ മെഷർമെൻറ്റിൻ്റെതൊന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ള് ലെങ്താണ്. അപ്പോൾ ഇതിൻ്റെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ കാര്യം ഞാൻ ബാക്കിൽ ഇതോടെ പറയാം, കാണിച്ചു തരാം. ഫുള്ള് ലെങ്ത്ത് 19.5 ഉണ്ട്. ഇതിൽ 19.5 ആയാൽ ബോഡി ലെങ്ത്ത് എടുക്കണം. ഇതിൽ 19.5ൽ ബോഡി ലെങ്ത്ത് മൈനസ് ആക്കണം. 9.5 അല്ല, 8.5 ഉണ്ട്. ഇത് കൂട്ടിയതല്ല, കൂടാതിരിക്കുന്ന ഈ 8.5 ഉണ്ടല്ലേ, ഇതിനെ ഞങ്ങൾ ഇതിൽ മൈനസ് ആക്കണം. 19.5ൽ 8.5 മൈനസ് ആയാൽ 11 ഇഞ്ചാണ് ഇതിൽ വരുന്നത്. 11 ഇഞ്ച് വരുന്നു. അപ്പോൾ ഈ ഈ ഫുള്ള് ലെങ്ത്തിൽ ഇത്ര മൈനസ് ആയാൽ ഇത് ഞങ്ങളുടെ ഈ ഫ്രോക്കിൻ്റെ ഈ ഭാഗമാണ്, ഈ ഭാഗം ആണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗം സ്കേർട്ട് ഇത് ബോഡിയാണ്, ഇത് സ്കേർട്ടാണ്. ഇതിൻ്റെ ഫ്രോക്കിൻ്റെ താഴോട്ട് ഭാഗമുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് എടുക്കുന്ന പീസാണ് 11 ഇഞ്ചിൻ്റെ പീസ്.